ഹലോ ഹായ് ഇറ്റ്സ് മീ ഒരു സിനിമാ ചേട്ടൻ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത്, അതായത് എക്സ്പെർട്ട്, മേ ബി ക്രിക്കറ്റ് എക്സ്പെർട്ട് എന്നായിരിക്കാം, കാരണം ക്രിക്കറ്റിന്റെ DP ഒക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോ പുള്ളിക്കാരൻ സജസ്റ്റ് ചെയ്ത മൂവീസിന്റെ വിശേഷങ്ങളാണ്. ഗംഭീരമായ ത്രില്ലർ മൂവീസ് തന്നെയാണ്. ഞാൻ മുമ്പ് കണ്ട സിനിമകളാണ്. എന്നെ പോലെ തന്നെ ഒരുപാട് പേര് കണ്ടിരിക്കാൻ സാധ്യത ഉള്ള സിനിമകളും കൂടിയാണ്. എന്നിരുന്നാൽ പോലും കാണാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മൂവീസ് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് മൂവീസ് നോക്കാം. ലെറ്റ്സ് ഗോ. 2015 ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഡിമോണ്ടി കോളനി. ഡിമോണ്ടി കോളനി എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ, മദ്യപാനിയായ 4 സുഹൃത്തുക്കൾ ജീവിതത്തിൽ എന്തെങ്കിലും സാഹസികമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായി പുറപ്പെടുകയാണ്. അങ്ങനെ അവർ ഒരു പ്രേത ബംഗ്ലാവ് സന്ദർശിക്കുകയും അത് സന്ദർശിക്കുന്ന ആ സമയത്ത് അതിലൊരാൾ അവിടെ നിന്നും ഒരു ഡയമണ്ട് നെക്ലേസ് മോഷ്ടിക്കുകയൊക്കെ ചെയ്യും. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഗംഭീരമായ ഞെട്ടിപ്പിക്കുന്ന കുറെ ഇൻസിഡൻസ് ആണ് കഥയുടെ പ്ലോട്ട് എന്ന് പറയാം. തീർച്ചയായും ഗംഭീരമായി പേടിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര ഹൊറർ ത്രില്ലർ മൂവി തന്നെയാണ് ഡിമോണ്ടി കോളനി എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7/10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രമെന്നു 2015 തമിഴിൽ ഒരു ഹൊറർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് മായ. മായ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു സംവിധായകൻ ഒരു പ്രേത സിനിമ ഷൂട്ട് ചെയ്യുകയാണ്. അതായത് ഒരുപാട് കാലം ഷൂട്ട് ചെയ്ത ഒരു പ്രേത സിനിമ തയ്യാറാക്കുകയാണ്. അങ്ങനെ ആ സിനിമയുടെ റിലീസ് അടുക്കെ അതിന്റെ പ്രൊമോഷന്റെ ഭാഗം എന്ന പോലെ അതിന്റെ സംവിധായകൻ ഒരു പബ്ലിസിറ്റി അടിച്ചിറക്കുകയാണ്. അതായത് ആ ഒരു ഹൊറർ ചിത്രം തിയേറ്ററിൽ ഒരാൾ ഒറ്റയ്ക്കിരുന്ന് ആ മൂവി കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് 5 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം കൊടുക്കുകയാണ്. നമ്മുടെ ഇതിലെ പ്രധാന കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്ന നയൻതാരയാണ്. അങ്ങനെ ഈ സിനിമയിൽ കുറച്ച് ജീവിക്കാനായി ബുദ്ധിമുട്ടുന്ന നയൻതാര ഈ ഒരു വെല്ലുവിളി സ്വീകരിക്കുകയും ഒറ്റയ്ക്ക് പോയിരുന്ന് ആ പ്രേതപ്പടം ഒരു ദിവസം കാണുകയാണ്. തുടർന്ന് നയൻതാരയുടെ ജീവിതത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് പേടിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് മായ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. തീർച്ചയായിട്ടും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായി ഇപ്പൊ തന്നെ കാണാൻ ശ്രമിക്കുക. ഗംഭീരമായ ഒരു ചിത്രമാണ്. ടെലഗ്രാം ചാനലിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. 7.5/10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ മൂന്നാമത്തെ ചിത്രമേന്ന് നോക്കാം. 2023 ഒരു ഹൊറർ ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് പിസ 3 ദ മമ്മി. പിസ 3 എന്ന ഈ ഒരു ചിത്രം ഒരുപാട് പേര് കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഇതിലെ ഹീറോ ഒരു റെസ്റ്റോറന്റ് നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോയ്ക്ക് വഴിയിൽ നിന്നും ഒരു മമ്മി ബൊമ്മ കളഞ്ഞു കിട്ടുകയാണ്. ഈ മമ്മി ബൊമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എവിടെ ഇരിക്കുന്നു അവിടെ മൊത്തമായി ഒരു നെഗറ്റീവ് എനർജി പകർന്നു നൽകുന്ന ഒരു മമ്മി ബൊമ്മയാണ്. മമ്മി ബൊമ്മയുമായി കണക്ട് ചെയ്ത് ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ഈ കൊലപാതകങ്ങളും മമ്മി ബൊമ്മയും എങ്ങനെ നമ്മുടെ ഹീറോയുടെ ജീവിതം മാറ്റിമറിക്കുന്നു എന്നൊക്കെ ഉള്ള ഗംഭീരമായ നിമിഷങ്ങൾ തന്നെയാണ് പിസ 3 എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. അപ്പൊ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായി ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 4.7/10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ നാലാമത്തെ ചിത്രമേന്നു 2018 കാർത്തിക് സുബരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു സൈലന്റ് ത്രില്ലർ മൂവിയാണ് മെർക്കുറി എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, സംസാരശേഷിയും കേൾവി ശക്തിയും ഇല്ലാത്ത ഒരു 5 സുഹൃത്തുക്കൾ കുറെ കാലങ്ങൾക്ക് ശേഷം അവർ മീറ്റ് ചെയ്യുക. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്ത ഈ സുഹൃത്തുക്കൾ ഒരു ജോളി ട്രിപ്പ് പ്ലാൻ ചെയ്യുകയും അതിന്റെ ഭാഗമായി ഒരു ഹിൽ സ്റ്റേഷനിൽ പോയി തങ്ങുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഹിൽ സ്റ്റേഷനിൽ ഒരു ഗസ്റ്റ് ഹൗസിൽ തങ്ങുന്ന ആ രാത്രി ഇവർ പുറത്തു പോകുന്ന സമയത്ത് കാഴ്ചശക്തി കുറഞ്ഞ ഒരാളുടെ മരണത്തിന് ഇവർ 5 പേരും കാരണക്കാരാവുകയാണ്. തുടർന്ന് ഈ 5 പേരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഗംഭീരമായ നിമിഷങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ ഒരു പ്ലോട്ട് എന്ന് നമുക്ക് പറയാം. അക്ഷരാർത്ഥത്തിൽ ഒരു സൈലന്റ് ത്രില്ലർ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിലെ 5 കഥാപാത്രങ്ങൾക്കും, പ്രധാന വേഷം ചെയ്തിരിക്കുന്ന 5 കഥാപാത്രങ്ങൾക്കും സംസാരശേഷിയും കേൾവി ശക്തിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഡയലോഗ്സ് ഒക്കെ വളരെയധികം കുറവാണ്. കൂടുതലും BGM സന്തോഷ് നാരായണനാണ് BGM ചെയ്തിരിക്കുന്നത്. കൂടുതലും ആ BGMന്റെ പവറൊക്കെ നമ്മളെ ഒരുപാട് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗംഭീരമായി കണ്ടിരിക്കാനായിട്ട് സാധിക്കും. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്റെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 6.1/10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5ാമത്തെ ചിത്രമെന്നു 2009 തമിഴിൽ ഒരു ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് 13D യാവരും നല. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം 2009 ആ കാലഘട്ടത്തിലൊക്കെ വളരെയധികം എന്നെ ത്രില്ലടിപ്പിച്ച ഒരു ചിത്രം തന്നെ. കാരണം അന്നത്തെ ആ ഒരു കാലത്തിൽ ഇത്തരത്തിലുള്ള ഒരു മൂവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഗംഭീരമായിട്ട് തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള
വ്യത്യസ്തമായ ഒരു ആശയം തന്നെയാണ് ഈ ചിത്രത്തിൻ്റെത്. നമ്മുടെ മാധവനാണ് ഇതിൽ പ്രധാന കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ മാധവനും ഫാമിലിയും കൂടി പുതിയൊരു അപ്പാർട്ട്മെന്റിലേക്ക്, അതായത് 13ാം നിലയിലുള്ള പുതിയൊരു അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞു പോവുകയാണ് ആ ഒരു ഫാമിലി. അപ്പോഴാണ് പുതിയൊരു TV സീരിയൽ ആരംഭിക്കുന്നത്. ആ സീരിയലിന്റെ പേരാണ് യാവരും നിലം. തുടർന്ന് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധവന്റെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ അതേപടി അന്ന് വൈകുന്നേരം ഈ സീരിയലിൽ നടക്കുക. എന്താ അല്ലേ കഥ? അതെ, അതായത് ആ അപ്പാർട്ട്മെന്റിനുള്ളിൽ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന കുറെ സംഭവങ്ങൾ നടക്കുകയാണ്. ഇതേ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ TV സീരിയലിലും വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവർ ആകെപ്പാടെ പരിഭ്രാന്തിയിലാവുകയാണ്. എന്താണ് സംഭവിക്കുന്നത്, ഏതാണ് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയാതെ ഇവർ ഒരുപാട് പരിഭ്രാന്തിയിലേക്ക് പോവുകയാണ്. പിന്നെ തുടർന്ന് സംഭവിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ യാവരും നിലം എന്ന ഈ ഒരു സിനിമ കണ്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.3 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റ്. அந்த டிவி தான் எல்லாரோடையும் கொலைக்கு காரணம் நினைச்சு சுத்தியல் எடுத்து அந்த டிவி உடைச்சிட்டாங்க. അപ്പോൾ ഇതൊക്കെയാണ് എന്റെ സബ്സ്ക്രൈബർ സുഹൃത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ള 5 മൂവീസിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ.